മിമിക്രി കലാകാരനും സിനിമാ നടനുമാണ് കലാഭവൻ നവാസ്. അദ്ദേഹത്തെയാണിപ്പോൾ കൊച്ചിയിൽ മരിച്ച നിലയിൽ, ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്ത വരുന്നത്. 51 വയസ്സായിരുന്നു. 51 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ കലാഭവൻ നവാസിന് എന്നുള്ളതാണ്. സഹിൻ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഒരുപാട് സിനിമകളിൽ ഈ സഹിൻ സൂചിപ്പിച്ചതുപോലെ തമാശ വളരെ അനായാസമായി കൈകാര്യം ചെയ്യുന്ന നടനാണ്. നവാസിനെ കാണുമ്പോൾ തന്നെ പല സിനിമകളിലും നമുക്ക് ചിരി പൊട്ടുമായിരുന്നു. പ്രത്യേകിച്ചും ജഗദീഷിനും ഒക്കെ ഒപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു നടൻ കൂടിയാണ് നവാസ്. നവാസിൻ്റെ ഈ മരണം ശരിക്കും അകാലത്തിലുള്ള ഒരു വിയോഗം തന്നെയാകും. മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് നവാസിൻ്റെ മരണം ഉണ്ടാക്കുക, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. മാത്രമല്ല 1995 മുതൽ അദ്ദേഹം 92 മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് പറയുന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചൈതന്യം, മിമിക്സ് ആക്ഷൻ 500 ഒക്കെ തുടങ്ങിയ ചിത്രങ്ങളാണ് അദ്ദേഹം ഏറെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയ ചിത്രങ്ങളും. അതേപോലെ തന്നെ ഏഴരക്കൂട്ടം നമുക്കറിയാം. ഇന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളെല്ലാം ഒന്ന് ജൂനിയർ താരങ്ങളായിരുന്നു. പക്ഷേ അവരെല്ലാം നന്നായി അഭിനയിച്ച് മലയാളികൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ സിനിമയായിരുന്നു ഏഴരക്കൂട്ടം. അതിലൊക്കെ അദ്ദേഹം സുപ്രധാനമായ വേഷം ചെയ്തിട്ടുണ്ട്. ജൂനിയർ മാൻഡ്രേക്ക്, ഹിറ്റ്ലർ ബ്രദേഴ്സ്, കിടിലോൽ കിടിലം, മായാജാലം, മീനാക്ഷി കല്യാണം എന്നിന് ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ സിനിമകളിൽ വരെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കലാഭവൻ നവാസ് അദ്ദേഹം അന്തരിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഏറെ ചിരിച്ചുകൊണ്ടാണ് നവാസിനെ എപ്പോഴും കാണുന്നത് തന്നെ. മാത്രമല്ല മലയാളികൾക്ക് വലിയ രീതിയിൽ ചിരി സമ്മാനിച്ചിട്ടുള്ള, ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. അങ്ങനെ വലിയ രീതിയിൽ ചിരി സമ്മാനിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ സാത്വികമായ ആളുകളോട് സംസാരിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ഏറെ ഇഷ്ടവുമായിരുന്നു ആളുകൾക്ക് കലാഭവൻ നവാസിനെ. പക്ഷേ അദ്ദേഹത്തിന്റെ മരണം ഇന്ന് ചോറ്റാനിക്കരയിൽ സംഭവിച്ചു. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. വൃന്ദാവൻ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു അദ്ദേഹം ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും തൊട്ടടുത്തുള്ള ടാറ്റ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ടാറ്റ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇപ്പോൾ നെഞ്ചുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഹൃദയാഘാതമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് സഹിൻ. പ്രശസ്ത മിമിക്രി കലാകാരനും ചലച്ചിത്ര നടനുമായ കലാഭവൻ നവാസ് അന്തരിച്ചിരിക്കുന്നു. 51 വയസ്സായിരുന്നു. കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് നിഗമനം. മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് കലാഭവൻ നവാസ്. സിനിമ, മിനിസ്ക്രീൻ രംഗങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന നടൻ. മിമിക്രി രംഗത്തിലൂടെയാണ് നവാസ് കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. പ്രമുഖ മിമിക്രി ട്രൂപ്പായ കലാഭവനിലെ അംഗമായിരുന്നു അദ്ദേഹം. 1995 പുറത്തിറങ്ങിയ ചൈതന്യം എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. കൂടുതലും തമാശ, കോമഡി റോളുകളിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ ശ്രദ്ധേയനാകുന്നത്. ജൂനിയർ മാൻഡ്രേക്ക്, മാട്ടുപ്പെട്ടി മച്ചാൻ, വൺ മാൻ ഷോ, കസബ, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി നിരവധി സിനിമകൾ ഇപ്പോഴും സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതുപോലെ തന്നെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതനാണ് കലാഭവൻ നവാസ്. ഒരുപാട് സ്റ്റേജ് ഷോകളിലും കോമഡി പ്രോഗ്രാമുകളിലുമൊക്കെ ജഡ്ജായും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ മികച്ച, മലയാളികൾക്കേറെ ഇഷ്ടമുള്ള, പ്രിയങ്കരനായിട്ടുള്ള ഒരു നടൻ തന്നെയാണ്. മിമിക്രിയിലും അഭിനയത്തിലും മാത്രമല്ല നാടകരചനയിലും സംവിധാനത്തിലുമൊക്കെ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് എന്ന പേരിൽ അദ്ദേഹം ഒരു ഒറ്റയാൾ നാടകം എഴുതി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സിനിമ, മിനിസ്ക്രീൻ രംഗങ്ങളിൽ ശ്രദ്ധേയയായ രഹനയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. താലോലം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച രഹനയെ മലയാളികൾക്ക് എല്ലാം ഏറെ സുപരിചിതയാണ്. 2 മക്കളാണ് ഇവർക്കുള്ളത്. നഹറിൻ നവാസ്, റിഹാൻ നവാസ് എന്നിവരാണ് മക്കൾ. അതുപോലെ തന്നെ പ്രശസ്ത നടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്കറാണ് നവാസിൻ്റെ അച്ഛൻ. സഹോദരൻ നിയാസ് ബക്കറും അറിയപ്പെടുന്ന ഒരു നടൻ തന്നെയാണ്. എന്തായാലും കലാഭവൻ നവാസിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക്, മലയാളത്തിലെ ഈ ഒരു ഹാസ്യരംഗത്ത് വലിയ തരത്തിലുള്ള നഷ്ടം തന്നെയാണ്. 51 വയസ്സ് മാത്രം പ്രായം ഉള്ളൂ നവാസിന്. ആ ഒരു സമയത്താണ് നവാസിൻ്റെ മരണ വാർത്ത നമ്മളേറെ ദുഃഖത്തോടു കൂടി തന്നെയാണ് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്.